ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. ഇത് ഞങ്ങൾ മുന്നേ എക്സ്പോക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെയാണ്. കുറേ നാളായിട്ട് എൻ്റെ ഫോണിൽ കിടക്കുന്നു. അത് വീഡിയോ ആയിട്ട് ഇടാനായിട്ട് ഇതുവരെ ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുകയായിരുന്നു എന്നതാണ് സത്യം. നിങ്ങൾക്കറിയാം, എക്സ്പോയിൽ കുറേ രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ രാജ്യങ്ങളുടെ പവലിയനുകളും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലത്തെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് അതിൻ്റെയൊക്കെ രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഓരോ പവലിയനുകളുടെ ഉള്ളിലും അവിടെ എന്താണോ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ കരകൗശല വസ്തുക്കൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ആ രാജ്യത്ത് എന്താണോ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഓരോ രാജ്യങ്ങളെയും നമുക്ക് അടുത്തറിയാൻ പറ്റും. നമുക്കിപ്പോൾ എല്ലാവരുടെയും വിസിറ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എക്സ്പോക്ക് വരികയാണെങ്കിൽ ഒരുവിധം പ്രധാനപ്പെട്ട ഐറ്റംസൊക്കെ നമുക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വിൻചേട്ടനും ഗ്രീഷ്മ ചേച്ചിയും എം ഞാനും സുജിയും അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. മുഴുവൻ നടന്ന് കാണാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറേ നടക്കാനുണ്ട്. ബ്രസീലിയൻ പവലിയനിൽ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതുപോലെ കിഡ്സ് പ്ലേ ഏരിയകളും എൻ്റർടൈൻമെൻറ്റ് സോണുകളും ഫൺ സോണുകളും അങ്ങനെ കുറേ ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ പവലിയൻസ് അല്ലാതെ. പിന്നെ അവർ തന്നെ ഓരോ രാജ്യക്കാർ സംഘടിപ്പിക്കുന്ന ഗെയിം സോണുകളൊക്കെ വേറെ ഉണ്ട്. ഇങ്ങനെ ഓരോ പവലിയനിലുള്ളിലും ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരിക്കും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ചില പവലിയൻ്റെ ഉള്ളിൽ പെർഫ്യൂംസ് അങ്ങനെ അവരുടെ രാജ്യത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അങ്ങനത്തെ ഐറ്റംസ്. ഇത് സിംഗപ്പൂരിൻ്റെ പവലിയനാണ്. ഇവിടെ ഫുൾ ഓഫ് ഗ്രീനറി ആയിരുന്നേ. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണവാണ്. ഫുള്ള് എല്ലാ ഏരിയയിലും വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മുമ്പ് ഒരു കാടിൻ്റെ ഉള്ളിലൊക്കെ പോയ ഫീലാണ്. നമുക്ക് എക്സ്പോയിൽ കയറുമ്പോൾ തന്നെ അവിടെ ഉള്ളൊരു റൂട്ട് മാപ്പ് കിട്ടും. സോ നമുക്ക് എവിടേക്കാണോ പോകേണ്ടതെന്ന് നോക്കിയിട്ട് അങ്ങനെയും പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു എക്സ്പോ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ പവലിയനിൽ പോകുമ്പോഴും അവിടുത്തെ സീൽ ചെയ്യാം. അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എത്രയാണ്ട് കൺട്രീസ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം യെല്ലോ പാസ്പോർട്ടായിരിക്കും, പിന്നെ അതിൽ സീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് പാസ്പോർട്ട് കിട്ടും. ഞങ്ങളത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നൈറ്റ് എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു സുന്ദരിയായിട്ടുള്ള ലേഡി പിയാനോ വായിക്കുന്നത്
അങ്ങനെ പിയാനോ വായിക്കണ ചേച്ചിയുടെ പരിപാടി കഴിഞ്ഞു. ഇതുപോലെ ഓരോ രാജ്യത്തുള്ള കലാകാരന്മാർ അവരുടെ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ വേറൊരു പരിപാടിയും കണ്ടായിരുന്നു.
ആൾക്കാരുടെ ഡാൻസും പാട്ടുമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് മൂവ് ചെയ്തു. ഇങ്ങനെ കുറച്ച് ക്ലിക്സും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നേ. കുറച്ച് ഫാമിലി ഫോട്ടോസും റാൻഡം ക്ലിക്സും ഒക്കെ ആയിട്ട് അങ്ങനെ അതവിടെ നടന്നുകൊണ്ടേയിരുന്നു. ഇത് കഴിഞ്ഞ് പതിയെ ഞങ്ങൾ സ്ഥലം വിടുകയാണ്. മുഴുവനൊന്നും കണ്ടു കഴിഞ്ഞിട്ടില്ല, എന്നാലും ഇടയിൽ കുറേ ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും മുഴുവൻ വേണ്ടി വരും ഫുള്ള് നടന്ന് കാണാൻ. എല്ലാ എക്സ്പോയുടെ ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ലായിരുന്നു, എന്നാലും പറ്റുന്നിടത്തൊക്കെ കയറി. അങ്ങനെ ഇത്രയുള്ളൂ വീഡിയോ.